ഓക്കെ മാം, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ എലിജിബിലിറ്റി ആദ്യം നോക്കുന്നത് ഒരു പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, ഇതിലൊരു 6 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ഏത് കാൻഡിഡേറ്റിനും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബേസിക് റിക്വയർമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യം 6 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിനാണെങ്കിൽ അവർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. ഇപ്പം നോർമലി ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് അവർ പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കണം എന്നതാണ്. പക്ഷേ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഇപ്പം ഡിഗ്രി കഴിഞ്ഞ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന് നമുക്ക് 4 പോയിന്റ്സ് ആണ് കിട്ടുന്നത് എഡ്യൂക്കേഷൻ. ബാക്കി 2 പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഏജ് വൈസോ അല്ലെങ്കിൽ ഇവരുടെ ലാംഗ്വേജ് സ്കിൽസിൻ്റെയോ എക്സ്പീരിയൻസ് വൈസോ ഒക്കെ നമുക്ക് ഇതിലേക്ക് പോയിന്റ്സ് ആഡ് ചെയ്ത് 6 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒപ്പം ഇവർക്ക് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, സ്കിൽസ് കൂടെ കാണിക്കണം. ഒന്നുകിൽ നമുക്ക് ഇംഗ്ലീഷ് B2 ലെവൽ പ്രൊഫിഷ്യൻസി കാണിക്കണം, അല്ല എങ്കിൽ ജർമ്മൻ A1 ലെവൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് അവർ പറയുന്ന റിക്വയർമെൻറ്റ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് വൈസ് ആണെങ്കിലും നമുക്ക് വളരെ കുറച്ച് ഡോക്യുമെൻറ്റ്സേ വരുന്നുള്ളൂ. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ടൈമും നമുക്ക് വളരെ കുറവാണ് വരുന്നത്. ഏകദേശം ഒരു 2 to 3 months തന്നെയൊക്കെ നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ.